ദുബായിൽ സ്വകാര്യ ഇന്ത്യൻ സ്കൂളിൽ 3ാം ക്ലാസ്സുകാരിക്ക് നേരെ പീഡന ശ്രമം. കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സ്കൂൾ പൂന്തോട്ടക്കാരനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ദുബായിൽ നിന്നും ടി ജമാലുദ്ദീൻ ചേരുന്നു. ജമാലുദ്ദീൻ, വിശദാംശങ്ങൾ. അനന്തോ, ദുബായിലെ ഒരു സ്വകാര്യ സ്കൂളുകളിൽ വെള്ളിയാഴ്ചയിൽ നടക്കുന്ന എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ എത്തിയ 3ാം ക്ലാസ്സുകാരിക്ക് നേരെയാണ് പീഡന ശ്രമം ഉണ്ടായത്. 8 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് പീഡിപ്പിക്കാനാണ് സ്കൂളിലെ പൂന്തോട്ടക്കാരൻ ശ്രമിച്ചത്. എല്ലാ ആഴ്ചകളിലും നടക്കുന്ന ക്ലാസ്സിൽ കുട്ടികളെ മാതാപിതാക്കൾ സ്കൂളിൽ കൊണ്ടുവിടുകയാണ് പതിവ്. ഇത്തരത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച സ്കൂളിലെത്തിയ കുട്ടിയെ പൂന്തോട്ടക്കാരൻ കുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കുകയായിരുന്നു. ശാരീരികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു. കുട്ടിയുടെ ശരീരത്തിൽ അനാവശ്യമായി പൂന്തോട്ടക്കാരൻ സ്പർശിക്കുന്നത് കണ്ട കുട്ടിയുടെ അമ്മ ഇയാളെ കൈയോടെ പിടികൂടി. പിന്നീട് സ്കൂൾ അധികൃതർക്ക് പരാതി നൽകുകയും ചെയ്തു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പൂന്തോട്ടക്കാരനെ പിരിച്ചുവിട്ടുകൊണ്ട് നടപടിയെടുത്തതായി സ്കൂൾ അധികൃതർ അറിയിച്ചു. ഇയാളെ 24 മണിക്കൂറിനുള്ളിൽ നാടുകടത്തുന്ന ശ്രമങ്ങളും അധികൃതർ നടത്തി. എന്നാൽ ഈ സംഭവത്തെക്കുറിച്ച് സ്കൂൾ അധികൃതർ ഇതുവരെയും പോലീസിൽ പരാതി നൽകിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അനന്ത്, ദുബായിൽ സ്വകാര്യ ഇന്ത്യൻ സ്കൂളിൽ 3ാം ക്ലാസ്സുകാരിക്ക് നേരെ പീഡന ശ്രമം. വിശദാംശങ്ങളാണ് ടി ജമാലുദ്ദീൻ ദുബായിൽ നിന്നും നൽകിയത്. നബിദിനം പ്രമാണിച്ച് ഈ മാസം 24-ന് UAE-യിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. രാജ്യത്തെ സർക്കാർ സ്ഥാപനങ്ങളും മന്ത്രാലയങ്ങൾക്കും അന്ന് അവധിയായിരിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് ശമ്പളത്തോടു കൂടി അവധി നൽകണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റ് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കും മന്ത്രാലയം അവധി നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കിയത് നീതിക്ക് നിരക്കാത്തതാണെന്ന് എ സമ്പത്ത് MP പറഞ്ഞു. മാസ് ഷാർജ സംഘടിപ്പിച്ച പരിപാടിയിൽ സമകാലീന ഇന്ത്യ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഷാർജയിലെ വള്ളവനാട് കൂട്ടായ്മയായ VSSന്റെ കുടുംബസംഗമവും PV വിവേകാനന്ദ് അനുസ്മരണവും ഷാർജയിൽ നടന്നു. KPK വേങ്ങര, പുന്നക്കൻ മുഹമ്മദ് അലി, ലിയോ രാധാകൃഷ്ണൻ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന കുടുംബസംഗമം ചലച്ചിത്ര പിന്നണി ഗായിക റിജിയ ഉദ്ഘാടനം ചെയ്തു. UAE ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഫുജൈറ കൈരളി കൾച്ചറൽ സെന്ററിൽ കേരളോത്സവം സംഘടിപ്പിച്ചു. എ സമ്പത്ത് MP ഉദ്ഘാടനം ചെയ്തു. അനീഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ കോൺസുലർ സുമതി വാസുദേവ് മുഖ്യ അതിഥിയായിരുന്നു. കേരള അസോസിയേഷൻ കുവൈറ്റ് സംഘടിപ്പിച്ച ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നോട്ടം 2015 ചലച്ചിത്ര പ്രവർത്തകരായ സണ്ണി ജോസഫ്, CV വെങ്കടേശ്വരൻ, മണിലാൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ നടന്ന പരിപാടിയിൽ മനോജ് കുമാർ ഉദയപുരം, ശ്രീംലാൽ മുരളി, സാബു പീറ്റർ, VV വിനോദ് എന്നിവർ പ്രസംഗിച്ചു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഒമാനിലെ 9ാമത്തെ ഷോറൂം സീബ് ഗോൾഡ് സൂഖിൽ ആരംഭിച്ചു. ഒമാനി ഫുട്ബോളർ ഇമാദ് അൽ ഹുസനി ഉദ്ഘാടനം ചെയ്തു. ഒമാൻ വെസ്റ്റ് ഏഷ്യൻ വകുപ്പ് ആക്ടിംഗ് മേധാവി ഖമീസ് അൽ മന്ത്രി, മലബാർ ഗോൾഡ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് MD MP ഷംലാൽ അഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. അബുദാബി ടീം തളിപ്പറമ്പും കരീബിയൻ സ്പോർട്സും ചേർന്ന് സംഘടിപ്പിക്കുന്ന കോങ്ങയി മുസ്തഫ മെമ്മോറിയൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഫെബ്രുവരി 5, 2016 അബുദാബിയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ടൂർണമെന്റിന്റെ സ്വാഗത സംഘം UAE KMCC വൈസ് പ്രസിഡന്റ് ഷാദുലി വളക്കെ ഉദ്ഘാടനം ചെയ്തു. ആധുനികമായ എല്ലാ സംവിധാനങ്ങളോടുകൂടി രാജ്യത്ത് ആദ്യമായി നിർമ്മാണം പൂർത്തിയാക്കിയ കുവൈറ്റിന്റെ അഭിമാനമായ ജാബർ സ്റ്റേഡിയം ഉദ്ഘാടനത്തിനൊരുങ്ങി. ഈ മാസം 18-നാണ് സ്റ്റേഡിയം നാടിന് സമർപ്പിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ലോക പ്രശസ്ത കളിക്കാർ അണിനിരക്കുന്ന ടീമും കുവൈറ്റ് 11 തമ്മിലുള്ള മത്സരവും ഒരുക്കിയിട്ടുണ്ട്. കാസർഗോഡ് നിവാസികളുടെ ദുബായിലെ കൂട്ടായ്മയായ വെൽഫെയർ അസോസിയേഷൻ ഓഫ് കാസർഗോഡ് എക്സ്പാട്രിയേറ്റ്സ് യുണൈറ്റഡ് ആൻഡ് പൊസസീവ് സംഘടിപ്പിക്കുന്ന സംഗമം ഡിസംബർ 18-ന് അബുദാബി മദീനത്ത് സായിദിലുള്ള സ്പൈസ് ഹോട്ടലിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 05596799958 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് സംഘാടകർ അറിയിച്ചു. കേരളത്തിൽ 3ാം മുന്നണി യാഥാർത്ഥ്യമായെന്ന് നരേന്ദ്രമോദി. ശ്രീനാരായണ ഗുരുവിന്റെ നാട്ടിലാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ തൊട്ടുകൂടായ്മയെന്നും പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള ആദ്യ കേരള സന്ദർശനത്തിൽ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു നരേന്ദ്രമോദി. പ്രത്യേക വിമാനത്തിൽ ദക്ഷിണ മേഖല നാവിക ആസ്ഥാനത്ത് എത്തിയ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി, ഗവർണർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. 5 മിനിറ്റ് നീണ്ട സ്വീകരണത്തിന് ശേഷം നരേന്ദ്രമോദി ഹെലികോപ്റ്ററിൽ തൃശൂർ കുട്ടനെല്ലൂരിലെത്തി. തുടർന്ന് റോഡ് മാർഗം തേക്കിൻകാട് മൈതാനത്ത് BJP സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ എത്തി. കേരളത്തിൽ 3ാം മുന്നണി രൂപീകരിക്കപ്പെട്ടുവെന്നും ശ്രീനാരായണ ഗുരുവിന്റെ നാട്ടിൽ രാഷ്ട്രീയ തൊട്ടുകൂടായ്മ നിലനിൽക്കുന്നുവെന്നും മോഡി പറഞ്ഞു.
പ്രധാനമന്ത്രിയായ ശേഷം ആദ്യമായി കേരളത്തിലെത്തിയ മോഡി പൊതുസമ്മേളനത്തിൽ കാര്യമായ പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയില്ല. കേന്ദ്ര സർക്കാരിന്റെ പ്രവൃത്തികൾ ഭരണനേട്ടമായി എടുത്തുകാട്ടാൻ മോഡി ശ്രദ്ധ ചെലുത്തി. തുടർന്ന് റോഡ് മാർഗം നരേന്ദ്രമോദി കൊച്ചിയിലേക്ക് മടങ്ങി. കൊച്ചിയിൽ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് നേരെ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പ്രധാനമന്ത്രിയെ അനുഗമിക്കുന്ന മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് ആയ മന്ത്രി KP മോഹനനെ SBG തടഞ്ഞു. മന്ത്രിയാണെന്നറിയിച്ചിട്ടും മോഡി താമസിക്കുന്ന ഹോട്ടലിലേക്ക് കടക്കാൻ അംഗരക്ഷകർ തയ്യാറായില്ല. ഇന്ന് വില്ലിംഗ്ടൺ ഐലൻഡിലെ താജ് മലബാർ ഹോട്ടലിൽ കഴിയുന്ന മോഡി നാളെ രാവിലെ നാവിക ആസ്ഥാനത്തെ പരിപാടികൾക്ക് ശേഷം കൊല്ലത്തേക്ക് തിരിക്കും. കൊച്ചി ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ബ്യൂറോ, തൃശൂർ. മോദിയുടെ പ്രസംഗ പരിഭാഷയിൽ ഗുരുതര പിഴവ്. ഹിന്ദി മനസ്സിലാകാതെ തെറ്റായ പരിഭാഷ നടത്തിയ K. സുരേന്ദ്രനെ മാറ്റി പകരം പരിഭാഷ നടത്തിയത് BJP അധ്യക്ഷൻ V. മുരളീധരൻ. മോദി പറയാത്തത് പലതും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. सबरीमलाई जाने का मेरा कार्यक्रम ऐसे बने ताकि यात्रियों को कोई असुविधा न हो, उनको कोई तकलीफ न हो. ऐसा समय चुना जाए ताकि कम से कम तकलीफ औरों को दे करके मैं सबरीमलाई जाके दर्शन करूं, आशीर्वाद ले सकूं. I can hear. You can't hear. You can put here. उनको वहां सुनने में दिक्कत होती थी. You please go. You what? No, I can manage. പ്രധാനമന്ത്രിയുടെ കൊല്ലത്തെ പരിപാടിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രതിഷേധം തടയാൻ RSS സംഘത്തെ നിയോഗിച്ചു. 1500 പേരെയാണ് RSS നിയോഗിച്ചത്. കരിങ്കൊടി അടക്കമുള്ള പ്രതിഷേധ നടപടികളെ പ്രതിരോധിക്കുന്നതിനാണ് RSSകാരെ നിയോഗിച്ചിട്ടുള്ളത്. മോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അവഹേളിച്ച സംഭവത്തിൽ പ്രധാനമന്ത്രിയെ പ്രതിഷേധം അറിയിക്കുമെന്ന് മന്ത്രി KC ജോസഫ് വ്യക്തമാക്കി. മുഖ്യമന്ത്രി അസൗകര്യം മൂലം പങ്കെടുക്കുന്നില്ലെന്നല്ല അത് അറിയിച്ചത്. അറിയിക്കാനുള്ള സാഹചര്യം ക്ഷണിച്ച ആളുകൾ തന്നെ ക്ഷണം പിൻവലിക്കുകയും അദ്ദേഹം വിട്ടുനിൽക്കണമെന്ന് ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം അത് തീരുമാനിച്ചത്. കേന്ദ്രമന്ത്രി പാർലമെന്റിൽ പറഞ്ഞത് വസ്തുതാപരമല്ല. അസൗകര്യം മൂലം അദ്ദേഹം വിട്ടുനിന്നതല്ല. വിട്ടുനിൽക്കാനുള്ള കാരണം സംഘാടകർ സ്വീകരിച്ച നിലപാടിലെ വൈരുദ്ധ്യം കൊണ്ടാണ്. അഴിമതി ആരോപണം നിലനിൽക്കുന്നതിനാലാണോ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മുൻ മുഖ്യമന്ത്രി R. ശങ്കരനെ RSS ആക്കി മാറ്റുന്ന ചടങ്ങാണ് കൊല്ലത്ത് നടക്കുന്നതെന്നും കോടിയേരി പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ CPIM പ്രതിനിധികൾക്ക് ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസുകാരനായ പട്ടേലിനെ, ചരിത്രപുരുഷനെ RSS BJP ഏറ്റെടുത്തതുപോലെ R. ശങ്കരയും RSS പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ് ഈ പരിപാടി ഇത്തരത്തിൽ സങ്കുചിത വീക്ഷണത്തോടുകൂടി പരിപാടിയാക്കി മാറ്റിയത്. ശ്രീനാരായണ ദർശനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു R. ശങ്കർ. അങ്ങനെയുള്ള വ്യക്തിയെ RSS ആക്കി മാറ്റാൻ വെള്ളാപ്പള്ളി ചുക്കാൻ പിടിക്കുകയാണ്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ പ്രതിയായ വെള്ളാപ്പള്ളിക്കൊപ്പം പ്രധാനമന്ത്രി വേദി പങ്കിടുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കണമെന്നും കോടിയേരി ചൂണ്ടിക്കാട്ടി. LDF അധികാരത്തിലെത്തിയാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനറൽ വാർഡുകളും സംവരണ വാർഡുകളും 5 വർഷം കൂടുമ്പോൾ മാറുന്നത് 10 വർഷമാക്കുമെന്ന് കോടിയേരി പറഞ്ഞു. LDFന്റെ വികസന കാഴ്ചപ്പാടുകൾ ജനങ്ങളിലെത്തിക്കാൻ CPIM പ്രതിനിധികൾ പ്രതിജ്ഞാബദ്ധമാണെന്നും കോടിയേരി വ്യക്തമാക്കി. സാധാരണക്കാരിൽ ഭാരം അടിച്ചേൽപ്പിക്കാതെ വികസനത്തിനായി സ്വയം ഫണ്ട് കണ്ടെത്താൻ പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം M. വിജയകുമാർ അധ്യക്ഷനായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മോദിയുടെ ചടങ്ങിൽ അവഹേളിച്ചത് ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയല്ല, മുഖ്യമന്ത്രി സ്ഥാനത്തെയാണെന്ന് പിണറായി വിജയൻ. അത് ചോദ്യം ചെയ്യുമെന്നും പിണറായി കൊല്ലത്ത് വ്യക്തമാക്കി. R. ശങ്കരന്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതിലൂടെ കേരളത്തെ അവഹേളിച്ചെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സാമാന്യ മര്യാദയും പ്രോട്ടോകോളും പ്രകാരം മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ടതാണ്. വരേണ്ടെന്ന് പറഞ്ഞപ്പോൾ ദുഃഖം തോന്നിയെന്ന് മുഖ്യമന്ത്രി. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അപ്രിയ സത്യങ്ങൾ തുറന്നു പറയാനാകില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. മുഖ്യമന്ത്രിയെ വിളിക്കാനും വിളിക്കാതിരിക്കാനും തനിക്ക് അവകാശമുണ്ടെന്ന് ചടങ്ങിൽ മുഖ്യമന്ത്രിയെ വിളിക്കേണ്ടെന്ന് തീരുമാനിച്ചത് താനെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു.
അല്ല, ലോക്സഭയിൽ ആർക്കുമില്ല, BJPക്ക് ആർക്കുമില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ആരുമില്ല, അവനെ ഉന്നയിച്ച ആളുകൾക്ക് ഒരു താല്പര്യമുണ്ട്, അവർക്ക് ആർക്കും കാര്യമില്ല. ഇത് നടത്തുന്നത് ഞങ്ങളല്ലേ. അപ്പോൾ ഞങ്ങൾ കാണേണ്ടത് എല്ലാ ഉത്തരവാദിത്തങ്ങളും. ഞാനാണ് പറഞ്ഞത്, അതിൻ്റെ കുറ്റം ഞാൻ മാത്രമേ ഏൽക്കുകയാണ്. എല്ലാ ഉത്തരവാദിത്തം ഞാൻ ഏൽക്കുകയാണ്. അതിൻ്റെ കുറ്റങ്ങളുണ്ടെങ്കിലും കുറവുകളുണ്ടെങ്കിലും അതെല്ലാ കുറ്റവും കുറവും ഞാൻ ഏറ്റി. അതിന് BJPക്കാർക്കോ സെൻട്രൽ മിനിസ്റ്റർമാർക്കോ പ്രൈം മിനിസ്റ്റർക്കോ യാതൊരു ഉത്തരവാദിത്വമില്ല. ഞാൻ തന്നെ എൻ്റെ ഉത്തരവാദിത്വം. മോദിയുടെ സന്ദർശനത്തെ ചൊല്ലി ശിവഗിരി മഠത്തിലെ സന്യാസിമാർക്കിടയിൽ ഭിന്നത രൂക്ഷമാകുന്നു. ക്ഷണിച്ചിട്ടല്ല മോദി ശിവഗിരി സന്ദർശിക്കുന്നതെന്ന ഒരു വിഭാഗം സന്യാസിമാരുടെ നിലപാടിന് കടകവിരുദ്ധമായി മറ്റൊരു വിഭാഗം സന്യാസിമാർ രംഗത്തെത്തി. ക്ഷണിച്ചിട്ട് തന്നെയാണ് മോദി ശിവഗിരിയിൽ എത്തുന്നതെന്ന് സ്വാമി സച്ചിദാനന്ദനും കൂട്ടരും വ്യക്തമാക്കുന്നു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ഋതംബരാനന്ദ, ശിവഗിരി തീർത്ഥാടന കമ്മിറ്റി ഭാരവാഹി സ്വാമി ഗുരുപ്രസാദ് എന്നിവർ ഉൾപ്പെടെയുള്ള സന്യാസിമാർ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനം നടത്തിയപ്പോൾ പ്രധാനമന്ത്രിയുടെ ശിവഗിരി സന്ദർശനത്തെക്കുറിച്ച് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ എത്തുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. അല്ല, തീർത്ഥാടന കാലത്തല്ല. ഈ പ്രോഗ്രാമിന് നമ്മളിപ്പോൾ 15-ാമത്തെ പരിപാടിക്ക് ശിവഗിരി മഠം ക്ഷണിച്ചിട്ടില്ല, ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുമല്ല വരുന്നത്. പ്രധാനമന്ത്രിയുടെ ശിവഗിരി സന്ദർശനം വിവാദ ചർച്ചാ വിഷയമായതോടെയാണ് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി പ്രകാശാനന്ദയുടെ നിർദ്ദേശപ്രകാരം സ്വാമി സച്ചിദാനന്ദ, സ്വാമി ശാരദാനന്ദ എന്നിങ്ങനെ മറ്റൊരു വിഭാഗം സന്യാസിമാർ ശിവഗിരിയിൽ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയത്. ഞങ്ങൾ ശിവഗിരി മഠം അദ്ദേഹത്തിനെ ക്ഷണിച്ചിരുന്നത് തീർത്ഥാടനത്തിനാണ് ക്ഷണിക്കുന്നത്. ശിവഗിരിയോടുള്ള ആഭിമുഖ്യം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, 15-ാം തീയതി പ്രോഗ്രാമിലേക്ക് ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം കൂടി ഇരുന്നുള്ള തീരുമാനമാണ് മോഡിയെ ശിവഗിരിയിലേക്ക് സ്വാഗതം ചെയ്യുക, ശിവഗിരി മഠത്തിലെ മുഴുവൻ സന്യാസിമാരും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ശിവഗിരി മഠം ആവശ്യപ്പെട്ട പരിപാടികളായ ദൈവദശക രചനാ ശതാബ്ദി സ്മാരക ഫലകം അനാവരണം, ശാരദാ മഠത്തിന് സമീപം വൃക്ഷത്തൈ നടുക, പ്രത്യേക വേദിയിൽ ഭക്തരെയും സന്യാസിമാരെയും അഭിസംബോധന ചെയ്യുക എന്നിവയാണ് പ്രധാനമന്ത്രി നിർവഹിക്കുന്നതെന്നും സ്വാമിമാർ അറിയിച്ചു. ശിവഗിരി മഠത്തിന് രാഷ്ട്രീയമില്ലെന്ന് പറഞ്ഞ സ്വാമി സച്ചിദാനന്ദ ശിവഗിരിയെ കാവ്യവൽക്കരിക്കേണ്ടതില്ലെന്നും കൂട്ടിച്ചേർത്തു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൈക്കൂലി വാങ്ങിയ കേസ് അട്ടിമറിക്കാൻ അടൂർ ഡിവൈഎസ്പി ശ്രമിച്ചതായി അടൂരിൽ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ അമ്മയുടെ വെളിപ്പെടുത്തൽ. നിലവിലെ കേസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല. സ്റ്റേഷനിലെത്തിയ തന്നെ SI അടക്കമുള്ളവർ ചീത്ത വിളിച്ചതായും പെൺകുട്ടിയുടെ മാതാവ് പറഞ്ഞു. വക്കീലിനെ കാണാൻ വന്നെയാണ് എൻ്റെ മോളെ ഇറക്കാനായിട്ട്. അപ്പോൾ അവിടുന്ന് DSP ഓഫീസിൽ നിന്ന് ഒരു രാധാകൃഷ്ണൻ എന്നും പറഞ്ഞൊരു പോലീസുകാരൻ വന്ന് ഒരുപാട് ചീത്ത വിളിച്ചു. വക്കീൽ ഓഫീസിൽ അവിടെ ചെല്ലണമെന്നും പറഞ്ഞു, SP ഓഫീസിൽ ചെല്ലണമെന്നും പറഞ്ഞു. നിരന്തരം അവിടെ കയറി ഇറങ്ങി 3-4 ദിവസം കൊണ്ട് ഞാൻ അവിടെ കയറി ഇറങ്ങും. അന്നെല്ലാം ഈ DSP ഉൾപ്പെടെ എന്നെ ചീത്ത വിളിച്ച് വിട്ടിട്ടുണ്ട്. മറ്റേ സ്ത്രീക്കും അവരുടെ മോക്കും നല്ല പരിഗണന അവിടുന്ന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ DSP കേസ് അന്വേഷിക്കുന്നതിന് എനിക്ക് താല്പര്യക്കുറവുണ്ട്. ഈ സാറ് കാശ് മേടിച്ചും കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതിന്റെ 9 പ്രതികളിലെ ഒരു പ്രതിയെ വിട്ടയച്ചിട്ട് പുള്ളി കാശ് മേടിച്ചു. ആ ഒരു പ്രതിയെ കൊട്ടാരക്കര പിടിച്ചിട്ടുണ്ട് DSP ഓഫീസിൽ. അതിന് എനിക്ക് താല്പര്യക്കുറവുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ ഇതിന്റെ തെറ്റ് എന്തുവാന്ന് എനിക്ക് അറിയണം സാറ്. തള്ളയുടെ സ്ഥിരം വേക്കൻസി ഇതായിരുന്നു. തള്ള ഇവിടെ പിടിച്ചവന്മാരുടെ ഒരളിയൻ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ തള്ള ഇതിനകത്ത് നല്ല പൈസ എമൗണ്ട് കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. എൻ്റെ കുഞ്ഞിനെ വീഴ്ച കാണിക്കാന്നും പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് പോയേക്കുന്നത്. അതേസമയം പീപ്പിൾ വാർത്തയെ തുടർന്ന് അടൂർ ഡിവൈഎസ്പിയെ സ്ഥലം മാറ്റി. അടൂർ പീഡനക്കേസ് പ്രതികളെ സഹായിച്ചതിനാണ് നടപടി. തിരുവനന്തപുരത്തേക്കാണ് സ്ഥലമാറ്റം. പീപ്പിൾ ഇമ്പാക്ട്. വ്യത്യസ്തമായ ഒട്ടേറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ശബരിമലയിലുണ്ട്. ഇത്തരത്തിലൊന്നാണ് പറകൊട്ടിപ്പാട്ട്. പറകൊട്ടിപ്പാട്ട് നടത്തിയാൽ സകല ദോഷങ്ങളും മാറുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. സന്നിധാനത്തെ വ്യത്യസ്തമായ ആചാരങ്ങളിലൊന്നാണ് പറകൊട്ടിപ്പാട്ട്. പറകൊട്ടിപ്പാട്ട് നടത്തിയാൽ സകല ദോഷങ്ങളുമായി സർവൈശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. സന്നിധാനത്ത് മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് പറകൊട്ടിപ്പാട്ട് നടക്കുന്നത്. പാട്ടുകാർ വിശ്വാസികളുടെ പേരും നാളും പറഞ്ഞ് കേശാദിപാത മന്ത്രം ചൊല്ലി പറകൊട്ടി പാടിയ ശേഷം നെറുകയിൽ ഭസ്മം ചേർക്കുമ്പോൾ സകല ദോഷങ്ങളും മാറുമെന്നാണ് വിശ്വാസം. ആവിയാറദോഷം, കണ്ണം ദോഷം, രാഗദോഷം, ശത്രുദോഷം, ശനിദോഷം, കേതുർദോഷം, ചൊവ്വാദോഷം, ഈ ദോഷങ്ങളൊക്കെ തീർക്കുന്നതാണ് പറകൊട്ടിപ്പാട്ട്, അല്ലെ വേലം പാട്ടെന്ന് പറയും. പാലാഴി മദനത്തിനു ശേഷം മഹാവിഷ്ണുവിന് അസുരന്മാരുടെ ഭാഗത്തു നിന്നും വിഘ്നങ്ങളുണ്ടായപ്പോൾ പരമശിവൻ വേല
വേലനായി അവതരിച്ച പറകൊട്ടിപ്പാടി വിഷ്ണുവിന്റെ ശത്രുദോഷം മാറ്റിയെന്നാണ് ഐതിഹ്യം. പിന്നീട് അയ്യപ്പന്റെ ശനിദോഷമകറ്റാനും പരമശിവൻ വേലന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറകൊട്ടിപ്പാടിയതായും ഐതിഹ്യമുണ്ട്. അയ്യപ്പനു വേണ്ടി പറകൊട്ടിപ്പാടിയ വേലന്റെ പിന്മുറക്കാരെന്ന രീതിയിൽ പ്രാകൃത വേഷത്തിൽ 14 വേലന്മാരാണ് സന്നിധാനത്ത് പറകൊട്ടിപ്പാടുന്നത്. നിരവധി ഭക്തർ ഇവരുടെ അടുത്തെത്തി പറകൊട്ടിപ്പാട്ട് നടത്തുന്നു. മണ്ഡലകാലത്തിനൊപ്പം എല്ലാ മാസങ്ങളിലും നട തുറക്കുമ്പോഴും സന്നിധാനത്ത് പറകൊട്ടിപ്പാട്ടുകാർ സജീവമാകും. സന്നിധാനത്തു നിന്നും ക്യാമറാമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം ജിതിൻ ചന്ദ്രൻ.